ഹലോ, വല്യമ്മേ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അറിഞ്ഞു. അമ്മ വിളിച്ചപ്പം അമ്മ പറഞ്ഞായിരുന്നു. കല്യാണമാണല്ലേ? എന്നാ, എവിടെ വെച്ചാണ്, എങ്ങനെയാന്ന്? ഓ, ഈ മാസം 19-ാം തീയതിയോ? ആഹാ ആഹാ ആ വരും. വരും. ഏട്ടനില്ല, ഏട്ടൻ ജോലിക്ക് പോയിട്ടുള്ളേ. വരാനാവുന്നതേ ഉള്ളൂ. അന്ന് വല്യമ്മ ഏട്ടൻ്റെ നമ്പറിലൊന്ന് വിളിച്ച് പറയോ? നമ്പറില്ലേ കയ്യിലെ? ഉണ്ടോ? ആ നമ്പറിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വല്യമ്മ വരുമ്പോൾ എന്നെ വിളിച്ചാൽ, എൻ്റെ ഫോണിലേക്ക് വിളിച്ചാലും മതി. വരുമ്പോൾ ഞാൻ കൊടുക്കാം. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു കല്യാണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. ശരി. ശരി. മോനുണ്ട് ഇവിടെ, സുഖമായിട്ടിരിക്കുന്നു. ശരി. ഓക്കെ. ഇന്ന് വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അല്ല, കല്യാണം. ഏട്ടൻ വരുന്ന സമയത്ത് വിളിക്കാന്നാ പറഞ്ഞേ. ഇപ്പൊ വിളിക്കുമായിരിക്കും. ഈ മാസം 19-ാം തീയതിയാണ് കല്യാണം. പോണം. വല്യമ്മേ, കല്യാണം അല്ലേ? ഓള് പറഞ്ഞേ. ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ശരി. ഓക്കെ. ശരി. അമ്മായി വീട്ടിൽ കൂടുതലെല്ലാം ആയില്ലേ? എല്ലാം വിളിക്കൊന്നും വേണ്ടപ്പോ നമ്മളങ്ങ് എത്തൂലേ, തലേന്ന് എത്തൂലേ? പിന്നെ എല്ലാരെയും ക്ഷണിച്ചു കഴിഞ്ഞാ? അതെ, ഒറ്റക്കാരനെ പായണ്ടല്ലോ എനിക്ക്. അതെ. ഉണ്ടാവും. ഓളെയും കൂട്ടാ. ശരി എന്നല്ല. ഓളോട് പറയാ. ശരി, ഓക്കെ. അത് അമ്മായി വീട്ടിൽ കൂടുതലായില്ലേ? പറയാൻ വിളിച്ചേ. ആയില്ലേ? നിന്നെ ഇങ്ങോട്ട് പോവാൻ പറഞ്ഞു. എന്നെ കൂട്ടിട്ടോ? അത് നല്ല പരിപാടിയായി പോയല്ലോ. എന്റെ വീട്ടിൽ എന്നെ ചടങ്ങുണ്ടെങ്കിലും നിങ്ങളെല്ലാം ഫോൺ വിളിച്ചു പറയണം. നിങ്ങളെ വിളിക്കണം, നിങ്ങളുടെ അച്ഛനെ വിളിക്കണം, നിങ്ങളുടെ അമ്മേനെ വിളിക്കണം. ഇനി ഏതെല്ലാം ബന്ധുക്കളുണ്ട് അവരെല്ലാം ഫോൺ വിളിച്ചു പറയണം. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുണ്ടായാലും എന്നെ ആരും വിളിച്ചു പറയൂല. ഞാൻ നിങ്ങളെ ബോബനും മുകളിലത്തെ പട്ടിയാ നിങ്ങളെ പുറകിന് ഇങ്ങനെ വരാൻ. എന്നെ വിളിച്ചിട്ടില്ലേ? നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഞാൻ വരൂല. നിന്നെ പ്രത്യേകം വിളിക്കേണ്ട ആവശ്യമുണ്ട്? എന്നെ പ്രത്യേകം വിളിക്കേണ്ട ആവശ്യമുണ്ട്. എന്നെ വിളിക്കണം, എന്റെ വീട്ടുകാരെ വിളിക്കണം, എന്നാലേ ഞാൻ വരുള്ളൂ. ഇല്ലെങ്കിൽ തന്നെത്താൻ പോയി തന്നു. മോശമില്ലല്ലോ. ഇല്ല.